വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മൈയല്ല, അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഈ ഉറക്കം വെച്ചിരുന്ന് വീഡിയോ ചെയ്യണം. എന്താന്ന് വെച്ചാല് ഇപ്പൊ സമയം 3:22 പുലർച്ചെ. അതെ, നമ്മള് ഇന്ന് ക്രൊയേഷ്യ പോവാണ് ഗൈസ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് 6 മണിക്ക് ഫ്ലൈറ്റിന് ഇപ്പൊ ഉറക്കപ്പിച്ചിട്ട് എഡിറ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു സമയം കാണുന്നത്. ട്രിപ്പിനല്ലാണ്ട് ഈ ഒരു സമയം ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ റെഡി ആവണം. കുളിച്ച് റെഡിയായി ക്യാബ് വിളിച്ച് പോണം. ഫ്ലൈറ്റ് രാവിലെ 6 മണിക്കാണ്. അതെ, അപ്പം നമുക്കിന്ന് ഈ ജേണി, ക്രൊയേഷ്യൻ ജേണി നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാം. നമ്മുടെ ക്രൊയേഷ്യൻ മെമ്മറീസ് എല്ലാം. അപ്പോൾ പോയി റെഡി ആവട്ടെ. ഞങ്ങള് ഇപ്പോഴും അർക്കപ്പിച്ച് സൗണ്ടൊക്കെ കണ്ടില്ലേ? റെഡി ആയിട്ട് ഇനി കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ എയർപോർട്ടിൽ പോകുന്നു. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഞാനൊരു ചെറിയ മാലയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ മാല. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. അങ്ങനെ മോസ്റ്റ് സ്ട്രെസ്ഫുൾ എന്താ പറയുക പാർട്ട് ഓഫ് ദ ജേണി കഴിഞ്ഞു. സെക്യൂരിറ്റി ചെക്ക് ഇൻ. പക്ഷെ ഇവിടെ നാട്ടിലത്തെ പോലെ അങ്ങനെ എന്താ പറയുക ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. ജസ്റ്റ് എന്താ പറയുക കോസ്മെറ്റിക്സ് ഒക്കെ എടുത്ത് പുറത്ത് വെക്കണം, അത്രേ ഉള്ളൂ. വേറെ സീനും കാര്യങ്ങളും പണ്ട് അതുമില്ലായിരുന്നു. ഇത്തവണ കുറച്ച് കോസ്മെറ്റിക്സ് കൂടിയിട്ടുണ്ട്. ഇവിടെ ചിലരുടെ ഷോപ്പിംഗ് ഒക്കെ കാരണം കോസ്മെറ്റിക്സ് ബാഗ് നിറഞ്ഞ് അപ്പോൾ അതുകൊണ്ടിട്ടാണ് അവർ മെയിനായിട്ട് ഊരിപ്പിച്ചത്. പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇതേ ഗേറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് ഗേറ്റ് എത്തി. നമ്മുടെ ഗേറ്റ് 29. അപ്പോൾ നമ്മൾ ഇവിടെ കയറി. ഗേറ്റ് ബോർഡിങ് തുടങ്ങിയിട്ടില്ല. സോ എന്താ പറയുക, ഒരു കോഫിയൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കണേണ്. കോഫിയൊക്കെ കുടിച്ച് ഇനിയൊരു 1 hour ഉണ്ട് ഫ്ലൈറ്റിന്. ഒരു ½ an hour കഴിയുമ്പോൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യായിരിക്കും. അപ്പോഴത്തേക്ക് നമുക്കൊരു കോഫിയൊക്കെ കുടിച്ച് ഉറക്കമൊക്കെ ഒന്ന് കളയാം, ഫ്രഷ് ആയിട്ട് പോവാം. ഇതെന്താണ്? വെച്ചിട്ടുള്ള സാൻഡ്വിച്ച്. കുഴപ്പമില്ല. നമ്മള് സ്പ്ലിറ്റിലെത്തി. ഇവിടുന്ന് നമ്മള് ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങി. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഫ്ലൈറ്റിൽ വന്നപ്പോൾ തന്നെ ഇങ്ങനെ നീല വെള്ളമൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. പിന്നെ ഛർദ്ദിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും നീലവെള്ളം കണ്ട് നമ്മൾ എക്സൈറ്റഡ് ആയി. ഫ്ലൈറ്റിൽ പുറകിൽ മറ്റേ ചെന്നൈക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളോട് ആൻറ്റി വർത്താനം പറഞ്ഞു. അവർ 26 വർഷമായിട്ട് പോളല്ലുള്ളവരാ. ഇതൊക്കെ വല്ലതും കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. കേട്ടാൽ ഭാഗ്യം. പുറത്തിറങ്ങി. ഇനി ഒരു ബസ് ഉണ്ട്. പക്ഷെ ഇവിടുന്ന് ഞങ്ങൾ റൂമിലോട്ട് 1.25 മണിക്കൂറുണ്ട്. നല്ല വെയിലുണ്ട്. ഈ സ്പ്ലിറ്റ്, അതായത് മെയിൻ സിറ്റി എന്ന് പറഞ്ഞാലേ എയർപോർട്ടിൻ്റെ നിന്ന് ഒരു 1.5 മണിക്കൂറൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ കാത്തുണ്ട്. ഇവിടെ നിന്ന് 37 നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ ബസ്സുള്ളെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഒരു ഷട്ടിൽ ബസ്, അതിലാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് ഒരു 1 മണിക്കൂർ ഇരുന്ന് പോവാം. ബസ് എത്തിയിട്ടില്ല. ഒട്ടുക്കത്തെ വെയിലും നല്ല ചൂടും. അതെ, ഇനി ബസ് കയറട്ടെ. ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കണം. ഞാൻ കേട്ടിട്ടുള്ളത് ബസ് ഡ്രൈവറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നൊക്കെയാണ്. നോക്കാം. അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് എത്തി ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ്? നമ്മൾ റൂമിലോട്ട് എത്തിയിട്ടില്ല. ബസ്സൊക്കെ ഇറങ്ങി. 2 ബസ് ഇറങ്ങി ഒരു ടാക്സിയും കൂടി പിടിച്ചാൽ നമ്മൾ റൂമിലെത്തും. ഉറക്കപ്പിച്ച് ഇപ്പോഴും ഉണ്ട്. എന്നാലും നമ്മൾ സ്പ്ലിറ്റിൻ്റെ ആ ഒരു എസൻസ് കിട്ടണമല്ലോ, അത് കിട്ടിയിട്ടില്ല ഇപ്പോഴും പൂർണ്ണമായിട്ട്.
ഇപ്പൊ എനിക്ക് തന്നെ ഔട്ടർ എനിക്ക് ഔട്ടർ ഈ എയർപോർട്ടിൽ നിന്ന് കുറേ ഔട്ടറിലോട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്യണം. അതാണ് അപ്പോൾ സ്പ്ലിറ്റിന്റെ ഒരു എന്താ പറയുക റിയൽ സ്പ്ലിറ്റ് എത്തിയിട്ടില്ല. അതെ, അതായത് ആ ബ്ലൂ ബീച്ചസ് പിന്നെ എന്താ പറയാ ഒരു പാം ട്രീസ് ആ ഒരു സ്ഥലമൊക്കെ എത്തുന്നുള്ളൂ. ഇവിടെ മൊത്തം എന്തൊക്കെയോ പണിയൊക്കെ നടക്കണം, അങ്ങനത്തെ കുറേ ഒരു ഏരിയ. അപ്പോൾ ആ റിയൽ ഭംഗിയിലോട്ട് നമ്മൾ എത്തിയിട്ടില്ല. അതെ, ഓക്കെ, നമുക്ക് പിന്നെ കാണാം. അതാണ് റൂമെന്ന് തോന്നുന്നു, നോക്കാം. കുഞ്ഞു എന്താ തോന്നുന്നു? ഇനി ഒരു ഫ്ലോറും കൂടി കയറാണ്ട് എന്നാലേ റൂം എത്തുള്ളൂ. അപ്പോൾ ഗായ്സ് നമ്മൾ ലഗേജൊക്കെ എന്താ പറയുക റൂമിൽ ഡ്രോപ്പ് ചെയ്ത് ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലഗേജൊക്കെ ഡ്രോപ്പ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ വന്നേക്കാണ്. ഗൈസ് ഞാൻ ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ, അപ്പോൾ ഒരു ഓറഞ്ച് ജ്യൂസ് വാങ്ങി. പിന്നെ ഇതെന്താണിത്? പോച്ച്ഡ് എഗ്സ്, ടോസ്റ്റ്, അവക്കാഡോസ് വിത്ത് ദ വ്യൂ കണ്ട ഗൈസ്, സൂപ്പർ അല്ലേ? അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ച് റൂമിൽ അതെ സ്റ്റെപ്പ് കയറുകയാണ്. ഇവിടുന്ന് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് മെസ്സേജ് വന്ന് റൂം റെഡിയാണ്, ചെക്ക് ഇൻ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതേ തിരിച്ച് പോവുക റൂമിലേക്ക്. 5ാമത്തെ ഫ്ലോറിലും കണ്ട ലിഫ്റ്റില്ല ഗൈസ്. ഇനി ബാക്കി റൂമിലെത്തിയിട്ടൊന്ന് റെസ്റ്റ് എടുക്കട്ടെ കുറച്ച് നേരം, എന്നിട്ട് പുറത്തോട്ടേക്ക് ഇറങ്ങാം. ഗൈസ് നമുക്കൊരു റൂം ടൂർ ആയാലോ? ഇതിവിടെ നിന്ന് കയറി വന്നു. ജക്കൂസി, ഇതാണ് ഈ റൂമിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ട്. ആ സ്പോട്ടിലോട്ടാണ്, ഈ വ്യൂ കാണുന്ന സ്പോട്ടിലേക്കാണ് നമുക്ക് ആക്ച്വലി പോവേണ്ടത്. പിന്നെ നമ്മുടെ ജക്കൂസി ദാ സുട്ടു. എന്നിട്ട് ഇങ്ങനെ ഇവിടെ വരുമ്പോൾ ബാത്റൂം നല്ല രസമുണ്ട്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, കൊള്ളാം. എന്തായാലും മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമ്മൾ റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് ഇപ്പോൾ അതേ ഒരു 12 മണിയായി. അപ്പോൾ അതേ ഇവിടുത്തെ സ്ഥലങ്ങൾ ഓൾഡ് ടൗൺ ഇതൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. ഇത് കണ്ട ഒരാൾ തൊപ്പിയൊക്കെ വെച്ച് സുന്ദരി കുട്ടിയായിട്ട് ഇറങ്ങിയേക്കണം. കണ്ട ഭയങ്കര വെയിലാണ്, ഒട്ടുകത്തെ വെയിലാണ്, നല്ല ചൂടും അതെ ഭയങ്കര സഹിക്കവയ്യാത്ത വെയിലും. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്, കാണിച്ചു തരാം. എന്താണ് എന്താ ഐസ്ക്രീമാണ്? ഫെറേറോ റോഷർ. എങ്ങനെയുണ്ട്? ഇതാണ് ഡിയോക്ലീഷ്യൻസ് പാലസ്. എന്ത് അടിപൊളിയാണല്ലേ. ഭടന്മാരെ കണ്ടോ? മറ്റേ പണ്ട് കാലത്തുള്ള ഭടന്മാരെ പോലുള്ള നല്ല വേഷം.
ഇത് ഡിയോക്ലീഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടുത്തെ രാജാവോ ആരോ ചക്രവർത്തി പുള്ളീൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി കെട്ടിപ്പടുത്ത് ഉയർത്തിയതാണെന്നാണ് കേട്ടത്. എന്താല്ലേ അതെ. ഇനി അടുത്ത സെല്ലാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇവിടുത്തെ പണ്ടത്തെ മറ്റേ ഡഞ്ചൻ പോലത്തെ എന്തൊരു സംഭവമാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഏതാണെന്നറിയോ, മറ്റേ ഖലീസി ഡ്രാഗണിനെ കിട്ടിയിട്ടില്ല ഒരു ഇതില്ലേ ഡഞ്ചൻ, അത് അവിടെ നിന്നാണ് തോന്നുന്നു ഷൂട്ട് ചെയ്തത്. ഇനിയോ ഇതാ കേട്ടോ ഖലീസിയുടെ മറ്റേ ഡ്രാഗണിനെ കെട്ടിയിടുന്ന ആ സ്ഥലം, ആ ഡഞ്ചൻ. അവിടെ നിന്നാണ് ടിറിയൻ ഇറങ്ങി വന്നിട്ട് മറ്റേ ഡ്രാഗണിനെ അയച്ചു വിടൂലേ, അത് ആ സ്റ്റെപ്പാണ്. നമ്മൾ ക്ഷീണിച്ച് അവശരായി ഈ നട്ടപ്പുറ വെയിലത്ത് കറങ്ങി തിരിഞ്ഞ് കിടന്നിട്ട് ഇവിടെ ഇപ്പോൾ ഒരു 32 ഡിഗ്രി ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിലൊരു ചൂടിൻ്റെ അത്രയും വരും. അപ്പോൾ ഞങ്ങളിവിടെ ഞങ്ങളല്ലാണ്ട് കുറേ അങ്ങനെ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറിയിരിക്കുകയാണ് ലഞ്ച് കഴിക്കാൻ. നല്ല റേറ്റ് ആണ്, അതാണ് ഇവിടെ ഭയങ്കര റേറ്റാണ്, കത്ത് റേറ്റാണ്. പിന്നെ എനിക്ക് അകത്തിരുന്ന് കഴിക്കണം, പുറത്ത് ഭയങ്കര ചൂടാണ്. ബാക്കി എല്ലാ റെസ്റ്റോറൻറ്റുകളും ഔട്ട്ഡോറാണ് ഡൈനിങ് ഒക്കെ വരുന്നത്. അപ്പോൾ വീണ്ടും വെയിലത്തിരുന്ന് നമ്മൾ ടാൻ അടിച്ച് ഫുഡ് കഴിക്കണം. അപ്പം അകത്തിരുന്ന് കഴിക്കണമെങ്കിൽ ഇത്രയും കാശും കൊടുക്കണം, വേറെ വഴിയില്ല. സോ എന്താണ് പോർക്ക് റിബ്സ് ഓർഡർ ചെയ്തിട്ട് പോർക്ക് റിബ്സ് ഓർഡർ ചെയ്ത്. അപ്പോൾ ഇനി പോർക്ക് റിബ്സ് വന്നിട്ട് നമുക്ക് ബാക്കി എടുക്കാം. നമുക്ക് കുറച്ച് ബ്രെഡ് വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് പുള്ളി പറഞ്ഞിട്ട് ഇൻ ഹൗസ് അവരുണ്ടാക്കിയതാണെന്ന്, ബ്രെഡും ഒലീവ് ഓയിലും. ഒലീവ് ഓയിൽ ഇട്ടിട്ട് ബ്രെഡിൽ ഇട്ടിട്ട് കഴിക്കണം. ഇറ്റ് ഈസ് ഹൗ വെരി പോർക്ക് റിബ്സും പൊട്ടറ്റോയും. ചൂടാ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് 66 യൂറോ ആയി. പക്ഷെ അത് ഞങ്ങളുടെ പ്രശ്നം തന്നെയാണ്, ഒരു പോർഷൻ മതിയായിരുന്നു. നമുക്കിനി അടുത്ത സ്പോട്ടിലോട്ട് പോകണം. അതെ, റെസ്റ്റോറൻറ്റ് എക്സ്പെൻസീവ് ആയിട്ടല്ല, പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തതിൻ്റെ തെറ്റാണ്. വലിയ പോർഷനാണ്, നമ്മളെ കൊണ്ട് ഒരാൾക്ക് തീർക്കാൻ, ഐ മീൻ 2 പേർക്ക് അത്രയും തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. ഏതാണെന്ന് നോക്കട്ടെ, മാപ്പിൽ നോക്കണം അടുത്ത ഏതാണെന്നുള്ളത് നോക്കണം. പക്ഷേ ഈ ആലിവേ ഇത് കൂടെ പോയാലും നല്ല ഭംഗിയാണ്, അതുകൊണ്ടിട്ട് എല്ലാം ഒരു സ്പോട്ട് തന്നെയാണ് ഇവിടെ. അതെ, ഭയങ്കര നാരോ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ്, എല്ലാം മറ്റേ ഈ കൂബിൾ സ്റ്റോൺസ് പോലുള്ള ഈ ടൈൽസ് പോലുള്ള സാധനം എല്ലാം നല്ല രസമാണ്. ഈ ഓൾഡ് ടൗണിൻ്റെ ഈ ഫുള്ള് സ്ഥലത്ത് കൂടെ നടക്കാൻ. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇതാണ് എനിക്ക് തോന്നുന്നത് സ്മോളസ്റ്റ് സ്ട്രീറ്റ് ഇവിടെയുള്ള. ഇതിൻ്റെ പേര് തന്നെ എന്താണ്, ലെറ്റ് മീ പാസ് എന്നെങ്ങാണ്ടാണ് ഈ സ്ട്രീറ്റിൻ്റെ പേര്. ഹലോ ഗൈസ്, നമ്മളപ്പോൾ കുറച്ചു നേരം ഒരു ഉച്ചയിലൊന്ന് ഉറങ്ങാൻ പോയി. വെയിലൊക്കെ കൊണ്ടുവരുന്ന ആള് ക്ഷീണിച്ച് പട്ടിയായി. ഇവിടെ ഈ സമ്മർ ഞാനില്ലാണ്ടായി. അതെ, ഇല്ലാണ്ടായി. ഈ സമ്മർ യൂറോപ്പിൽ ലിറ്ററലി ഇല്ലാണ്ടായി പോയി. വേർത്തും നാശമായി, പട്ടിയായി, കുരഞ്ഞു കുത്തി. എൻ്റെ ദൈവമേ, ഈ സമ്മർ എനിക്ക് തോന്നുന്നു യൂറോപ്പിൽ എല്ലായിടത്തും നല്ല പൊരിഞ്ഞ ചൂടാണ്. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് മെസ്സേജ് അയച്ചപ്പോൾ അവൻ പറഞ്ഞത്. അതായത് 40 ഡിഗ്രി പ്ലസ് ഒക്കെയാണ് ഇപ്പോൾ ഇറ്റലി, ഗ്രീസ് അവിടെ. ഇവിടെ നല്ല ചൂടാണ്. ഇവിടെ ചൂടെന്ന് പറഞ്ഞാൽ കാറ്റുമില്ല. അപ്പോൾ വേർത്തൊലിച്ച് തണലത്ത് പോയി നിന്നാലും ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചാൽ കാറ്റുമില്ല, ആ ചൂട് തന്നെ വേർത്ത് പുഴുങ്ങും നമ്മൾ. അങ്ങനെ പുഴുകി ഒരു എനിക്കതിന് 3:30 ആയപ്പോഴത്തേക്കും തിരിച്ച് റൂമിലോട്ട് വന്നു. പിന്നെ രാവിലെ പ്രത്യേകിച്ച് നമ്മൾ രാവിലെ നേരത്തെ എണീച്ചല്ലോ, 3-3:30 ആകുമ്പോൾ എണീച്ചപ്പോ അതുകൊണ്ടിട്ട് അതിന്റെ ക്ഷീണം. അപ്പൊ എല്ലാം കൂടി ഇപ്പൊ വന്ന് ഉറങ്ങി തീർത്ത് ആള് മറ്റേ പറത പോലത്തെ ഡ്രസ് എന്നൊക്കെ മാറി ഇനി ടീഷർട്ട് മതി. ഡ്രസ്സ് ഇട്ടിട്ട് വരെ എനിക്ക് ചൂടെടുക്കണം. അതായത് അതൊരു സ്ലീവ്ലെസ് ഡ്രസ് അല്ലേ, അതായത് അപ്പൊ അങ്ങനത്തെ ഡ്രസ്സിൽ കാറ്റ് കയറല് കുറച്ചുകൂടെ കൂടേണ്ടതാണ്. പക്ഷെ അതുപോലും ഇട്ടിട്ട് ഭയങ്കര ചൂടാണ്.
അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അതൊക്കെ വേർത്ത് അതൊക്കെ സെറ്റ് ചെയ്ത് എന്താണ് നാറി നാഴ്ചയായി. ഇനി വേറെ ഡ്രസ്സിനെ വേറെ വഴിയില്ല. ഇതൊക്കെ കിട്ടാലും ചിലപ്പോ എനിക്കൊന്ന് വൈറ്റ് ഒക്കെ ആയത് കാരണം ചൂട് ചിലപ്പോ പിന്നെയും കുറയായിരിക്കും. അല്ല മോത്തടിക്കാണ് ഞങ്ങളെ കണ്ടാ മതി വിളിച്ചറിയാം. കണ്ട 6 പക്ഷെ ഇപ്പോഴും വെയിലൊന്നും പോയിട്ടില്ല. പക്ഷെ എന്നാലും ഇപ്പോഴെങ്കിലും ഇറങ്ങിയില്ലെങ്കിൽ സ്ഥലം കാണാൻ പറ്റില്ല പിന്നെ. അതെ, അപ്പൊ ഇനി ബാക്കി സ്ഥലം കാണാൻ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇനി എത്ര ടൈം കിട്ടുന്നൊന്നും അറിയില്ല. എന്തായാലും കിട്ടുന്ന ടൈമിൽ ബാക്കി സ്ഥലം 8 മണിക്ക് എന്താണ് സൺസെറ്റ്. അപ്പൊ 8:30 വരെയൊക്കെ കണ്ടു നടക്കാം. പിന്നെ ചൂട് കുറഞ്ഞിട്ടുണ്ടാവും. ഇന്ന് ഞങ്ങൾ വന്നത് ഇവിടെ എന്താണ് അസംഷൻ ഓഫ് മേരി എന്ന് പറഞ്ഞ ഒരു ഇത്. അപ്പൊ ഇന്ന് ലീവാണ്, August 15. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഇവിടെയും ലീവാണ്. യൂറോപ്പില് ഓൾമോസ്റ്റ് എല്ലാ കാലത്തും ലീവാണെന്ന് തോന്നുന്നു അസംഷൻ ഓഫ് മേരി. അപ്പോൾ ഗ്രോസറി സ്റ്റോർ ഒന്നും തുറന്നിട്ടില്ല. അപ്പോൾ വെള്ളക്കുപ്പി വാങ്ങാന്ന് പറഞ്ഞാൽ പോലും കഷ്ടപ്പാടാണ്. ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലൊക്കെ കയറിയിട്ട് വാങ്ങണം. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു പെട്ട അവസ്ഥയാണ്. അറ്റ്ലീസ്റ്റ് നാളെ കടയൊക്കെ തുറന്ന് അതിനെങ്കിലും ഒരു, പിന്നെ ഇവിടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ മുക്കിന് മറ്റേ ഫൗണ്ടെയിൻ പോലത്തെ സെറ്റപ്പ് ഉണ്ട്, അതായത് കുടിവെള്ളം കിട്ടുന്നത്. അപ്പോൾ ഒരു കുപ്പി എവിടെന്നെങ്കിലും ഒപ്പിക്കാൻ പറ്റിയാൽ പിന്നെ നമുക്ക് പ്രശ്നം. വെള്ളത്തിന് വേണ്ടി നമ്മള് കാശുകളേണ്ട ആവശ്യമില്ല. അത് നല്ല തണുത്ത വെള്ളം. ഇവിടുത്തെ ആൾക്കാർ അതില് കുളിക്കുന്നുണ്ട്, മോൻ കഴുകുന്നു, കൈ നനയ്ക്കുന്നു. ഈ ഇവിടെ വെള്ളക്കാരങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ നമ്മളങ്ങനെ ശീലിക്കാത്തത് കാരണം അങ്ങനെ മുഖവും മുതുകും അങ്ങനെയൊന്നും കഴുകുന്നില്ല വെള്ളത്തില്. പക്ഷെ കഴുകിയാൽ അടിപൊളിയാണ്. അപ്പൊ നമുക്കൊന്ന് ഇറങ്ങാം. പതുക്കെ ഇറങ്ങിയിട്ട് സ്ഥലങ്ങളൊക്കെ ബാക്കി സ്ഥലങ്ങളും കൂടി കവർ ചെയ്യാം. ഇതുപോലെ ഒരെണ്ണം നമുക്ക് വാങ്ങണ്ടേ കുഞ്ഞു? ഭാവിയിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. ഇവിടെ മൊത്തം ആൾക്കാർ ഒരു നല്ലൊരു ചിൽ വൈബിലാണ് എല്ലാരും വന്നിരിക്കുന്നത്. അതായത് ബീച്ചിൽ കിടക്കുക, ഷർട്ടൊക്കെ ഊരിയിട്ട് അങ്ങ് അർമാദിക്കുക, പിന്നെ പൂളി കിടന്ന് അർമാദിക്കുക, പിന്നെ ബാറിൽ പോയി അർമാദിക്കുക. അങ്ങനെയുള്ള ജീവിതമാണ്, അർമാദത്തിന്റെ ഒരു ജീവിതമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടുത്തെ ആൾക്കാരും കുറച്ചുകൂടി ഭയങ്കര ഹാപ്പി, ഭയങ്കര ചിരിച്ചുകൊണ്ടാണ്. കടയിലൊക്കെ തന്നെ എല്ലാവരും ഭയങ്കര ചിരിച്ച് ഉല്ലസിച്ചാണ് നടക്കുന്നതും അവർ വർക്ക് ചെയ്യുന്നതും. അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു എനർജി ആവുന്നുണ്ട്. ആൾക്കാരൊക്കെ കൊള്ളാം. ഇവിടുത്തെ ആൾക്കാർ ലോക്കൽസ് തന്നെയാണെങ്കിലും ഭയങ്കര ഇതുപോലെ എനർജിയിലാണ്. എന്തായാലും കൊള്ളാം. മൊത്തത്തിലൊരു ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്പ്ലിറ്റ്. മറ്റേ പാം ട്രീയും രാവിലെ ഇതൊന്നും കാണാനുള്ള എനർജി ഉണ്ടായില്ല. ഇപ്പൊ ഒന്ന് പോയി ഒന്ന് ഉഷാറായി വന്നപ്പോ അതെ എല്ലാം കണ്ടിപ്പെട്ടു. ജനസാഗരമാണ് ഗൈസ്, ജനസാഗരം. ഇതാണ് മൊർമണ്ടോവ സ്ട്രീറ്റ്. ഫുള്ള് മറ്റേ ടൈൽസ് ഒക്കെ പാകിയ ഇതുണ്ടോ, ടൈൽസ് ഒക്കെ പാകി നല്ല സ്ട്രീറ്റാണ്. പക്ഷെ ഒന്നും കാണൂല എന്നുള്ളു. നമ്മളിപ്പോ സെന്റ് ബ്യൂറസ് എന്ന് പറയുന്ന ഒരു കടയിൽ കയറി. ഇത് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടതൊരു ട്രഡീഷണൽ എല്ലാരും കഴിക്കാൻ ടർക്കിഷ് ഡിലൈറ്റ് ആണെന്ന് തോന്നുന്നു. ഇത് ചീസാണ്, ചീസ് ഫിൽഡ് ആണ്. മീറ്റ് ഫിൽഡ് ഉണ്ട്, പൊട്ടാറ്റോ ഉണ്ട്. 3 യൂറോയേ ഉള്ളൂ, പക്ഷെ വലിയ പോർഷനാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? നല്ല ചൂടുണ്ട്, അടിപൊളിയാണ്. അത് പപ്പേക്കിന്റെ ഉള്ളില് എന്ത് ചീസാണെന്നറിയില്ല, പക്ഷെ നല്ലൊരു ചീസാണ്. ഒരു പപ്സ് പോലെ അല്ലേ? പപ്സിന്റെ ഉള്ളിൽ ചീസ് ഒക്കെ അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? അതെ, ബുദാപെസ്റ്റിലേക്ക് അയച്ച ലങ്കോഷ്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പക്ഷെ ഭയങ്കര ഭംഗിയുള്ള സ്ട്രീറ്റ്സ് ഒക്കെ കാണാൻ.
ഗോട്ട് ദീസ് സ്ട്രക്ചേഴ്സ് ആർ ലൈക്ക് ഭയങ്കര ഹ്യൂജ് അല്ലേ. ഹായ് ഓക്കെ. നമ്മളൊരു പഴയ കാലത്തിലൂടെ നടന്നു പോകുന്ന പോലൊരു ഫീൽ കണ്ടോ. ഇതിൻ്റെ മാത്തലുകൾ എല്ലാം അവർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കും. ആക്ച്വലി ഇപ്പോൾ അപ്പുറത്തെ സൈഡിൽ റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇത് കണ്ടോ, ഇപ്പുറത്തെ വശത്ത് ഒരു മിഡീവൽ അല്ലെങ്കിൽ ഒരു പഴയ കാലഘട്ടമാണെങ്കിൽ അപ്പുറത്തെ വശത്ത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്തിൽ പുള്ളി കെട്ടിപ്പടുത്തുണ്ടാക്കിയതാണ് ഇതൊക്കെ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഒരു ട്രിപ്പിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് സുവനിയർ. പിന്നെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഒരു കലവറ തന്നെ അവിടെ ഉണ്ട് ഗൈസ്. ഇത് 2 എണ്ണം വാങ്ങി. ഇഷ്ടപ്പെട്ടാ? അതിൻ്റെ ഇടക്ക നഖം കാണിക്കണം. രാത്രിയൊക്കെ സ്ട്രീറ്റ്സ് കാണാൻ എന്താ അടിപൊളിയല്ലേ? വേറെ വൈബ്. എന്റെ മനസ്സിലായിരുന്നു. ഇതൊക്കെ നോക്കൂ, ഇതൊക്കെ ലക്ഷറിയുടെ വേറെ ഒരു എന്താ പറയാ വേറെ ലെവൽ. ഇതൊക്കെ അവരുടെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ യാച്ചികൾ ആൾക്കാർ റെന്റ് എടുക്കണേണ്. എന്നിട്ട് ഇത് നോക്കി ഇതില് മേളില് ബർത്ത്ഡേ പാർട്ടി നടക്കണേണ്. അതായത് നമ്മൾ മറ്റേ ഇടയ്ക്ക് ഒരു സിനിമയിൽ കണ്ട പോലെ സിനിമയുടെ പേര് അവര് മറ്റേ യാച്ചൊക്കെ എടുത്ത് അത് യാച്ചല്ല ഒരു ക്രൂസ് പോണ പോലെ. പക്ഷെ ഇത് യാച്ച് ഇത് അതുക്കും മേലുള്ള കളി സെലിബ്രേറ്റ് ചെയ്യണം. ഞാനാണ് നമ്മളൊക്കെ ആലോചിക്കണം, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മള് ഡിന്നർ കഴിക്കാൻ വന്നു. ഡിന്നർ ഇവിടെ എല്ലാവരും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി സീറ്റ് കിട്ടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കിട്ടാം. കാരണം ഒരുപാട് പേരുണ്ട്, ഞങ്ങൾ വീഡിയോയിൽ കാണിച്ചല്ലോ. അപ്പോൾ ഈ റിവേറൊക്കെ ഒരുപാട് പേരാണ്. ഇപ്പോൾ ജനസമുദ്രമാണ് ഈ സ്ഥലത്ത് മൊത്തം. നൈറ്റ് ലൈഫ് യൂട്യൂബ് വീഡിയോസിൽ ഇങ്ങനെ പലതും പറയണ കേട്ടോ, നൈറ്റ് ലൈഫ് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ സത്യമാണ്, ഭയങ്കര ആൾക്കാരൊക്കെ ഭയങ്കര ലൈവായിട്ട് എല്ലാവരും പുറത്തുണ്ട്, എല്ലാവരും ഭയങ്കര അടിച്ചു പൊളിക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും എന്താണെന്ന് വെച്ചാൽ ബിയർ അടിക്കുന്നുണ്ട് ഇപ്പോൾ ഇരുന്നിട്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാരുടെ ഡിന്നറിൻ്റെ ടൈം ആയിട്ടില്ല. പക്ഷെ നമ്മൾ ഡിന്നർ കഴിക്കാൻ കയറി, നമുക്ക് റൂമിൽ ജക്കൂസി ഒക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് ജക്കൂസിയിൽ പോയി നീന്തി തുടിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ എന്താണ് ഓർഡർ ചെയ്യാൻ പോകണമെന്നൊന്നും പ്ലാൻ ചെയ്തില്ല, പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ. നമ്മൾ ഇരുട്ടിൻ്റെ മറവിലായിപ്പോയി. അങ്ങനെ നീണ്ട ഒരു ഡേ 1 ഇൻ ക്രൊയേഷ്യ. സ്പ്ലിറ്റിന് ശേഷം ചത്ത് വരഞ്ഞ് റൂമിലെത്തി, ഫുഡൊക്കെ അടിച്ച്. തുടക്കത്തില് കുറെ ഇങ്ങനെ വെയിലും ചൂടും കാരണം കുറച്ചധികം ടയർഡായി. അതെ, നമ്മൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. എന്നിട്ട് ആ എനർജിയൊക്കെ തിരിച്ചു പിടിച്ച് പിന്നെ ഭയങ്കര രസമായിരുന്നു. നല്ല അങ്ങനെ ഹാപ്പി എൻഡിങ് ആയിരുന്നു ഇന്നത്തെ ദിവസത്തിന്. പിന്നെ എന്താ പറയാ, സ്പ്ലിറ്റിൽ എന്ന് പറഞ്ഞാല് ഇപ്പോ അതായത് ഇന്ന സ്ഥലം വെച്ച് ഇങ്ങനെ നോക്കി പോവാ, അങ്ങനെയല്ല. അതായത് ഈ ഓൾഡ് ടൗൺ മൊത്തത്തിൽ നടന്ന് എക്സ്പ്ലോർ ചെയ്യാ, അങ്ങനെ ഒരു സ്ഥലമാണ് അല്ലേ. അത് നടക്കുമ്പോ കൊറേ എന്താ പറയാ ആലിവേസ്, അതെ, കൊറേ ആലിവേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കൂടെയൊക്കെ പോകുമ്പോ അതൊരു വേറെ തന്നെ ഒരു ഫീലാണ്. ആ മറ്റേ ടൈല് പാകിയ എന്താണ് സ്പ്ലിറ്റ്, എനിക്ക് തോന്നുന്നു അവരാ ആ ഒരു പഴയ സിറ്റി അങ്ങനെ അവര് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ആ പൊളിഞ്ഞ മതിലും ആ വോറില് പൊളിഞ്ഞ മതിലും എല്ലാം ആ റൂയിൻസും ഒന്നും ചെയ്യാണ്ട് അവര് അങ്ങനെ കമ്പി എന്തോ പിടിപ്പിച്ചിട്ടുണ്ട്, അത് അങ്ങനെ നിർത്താനൊക്കെ ആയിട്ട്. അല്ലാണ്ട് ബാക്കിയെല്ലാം അങ്ങനെ അവര് മെയിൻറ്റെയിൻ ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ കറക്റ്റ് ആ ഒരു പഴയ സിറ്റി കൂടെ നമുക്ക് നടക്കണ ഒരു ഫീലാണ്. കറക്റ്റ് ആ ഒരു മിഡീവൽ അല്ലേ, നമ്മൾ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ കാണുമ്പോ ആ ഒരു പഴയ ടൈപ്പ്
എന്താ പറയാ ബിൽഡിങ്സ് അങ്ങനത്തെ ഒരു സ്ട്രക്ചേഴ്സ് കറക്റ്റ് അത് തന്നെ. ഇനിയും ഗെയിം ഓഫ് ത്രോൺസിന്റെ എന്താ പറയാ കുറച്ച് ലൊക്കേഷൻസ് ഒക്കെ അപ്പുറത്ത് എന്താണ് ക്ലിഫ് ഫോർട്ടോ അങ്ങനെ കണ്ടു പറഞ്ഞിട്ടൊരു ലൊക്കേഷനൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ ടൈമില്ല, കാരണം 2 ദിവസമുള്ള സ്പ്ലിറ്റില്. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം ഞങ്ങൾ ദുബ്രോണിക്കിലേക്ക് പോവാണ്. അവിടെ ഗെയിം ഓഫ് ത്രോൺസിന്റെ കുറെ ലൊക്കേഷൻസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ കിങ്സ് ലാൻഡിങ് അങ്ങനെ കുറെ ലൊക്കേഷൻസ് ഉണ്ട്. അത് നമുക്ക് 3rd 4th ഡേ ഒക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കാണാം. ഇപ്പോ എന്താ പറയാ, ഇപ്പോ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. ഞങ്ങള് ഇനി ഒന്ന് കുറച്ച് നേരം അതെ ജക്കൂസിയിലൊക്കെ ഇരുന്ന് കുറച്ച് റിലാക്സ് ആയി റെസ്റ്റ് എടുത്ത് പിന്നെ നല്ലോണം ഉറങ്ങണം. നാളെ രാവിലെ ഞങ്ങള് എന്താ പറയാ ഐലൻഡ് ഹോപ്പിംഗ്, ഇവിടുത്തെ ഒരു 3 ഐലൻഡും പിന്നെ അങ്ങനെ എന്താ പറയാ ബ്ലൂ ലഗൂൺ എന്നൊക്കെ പറഞ്ഞ് ഒരു 3 ഐലൻഡിലോട്ട് പോകുന്നുണ്ട്. ഒരു 5 മണിക്കൂറിന്റെ ഒരു ഐലൻഡ് ഹോപ്പിംഗ് യാത്ര, സ്പീഡ് ബോട്ട് ടൂർ. അതെ, അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വ്ളോഗിൽ നമുക്ക് കാണാം. അപ്പൊ ഇപ്പൊ ഞങ്ങള് പോയി ജക്കൂസിയില് ആറാടി. യെസ്, അപ്പോ നാളെ പാക്കലാം ഗൈസ്. ഗുഡ് നൈറ്റ്.